പെറ്റ്സ് ടോക്ക് ബൈ ഡോക്ടർ ബീനയിലേക്ക് സ്വാഗതം. നമ്മുടെ പെറ്റ്സ്, പ്രത്യേകിച്ചും ഡോഗ്സ്, പലപ്പോഴും നാം കൊടുക്കുന്ന ആഹാരം കൂടാതെ മറ്റു പല സാധനങ്ങളും അല്ലെങ്കിൽ പദാർത്ഥങ്ങളും കഴിക്കാനായി ടെൻഡൻസി കാണിക്കാറുണ്ട്. ചില നായ്ക്കൾ മണ്ണ് തിന്നാറുണ്ട്, ചില നായ്ക്കൾ അവരുടെ കാഷ്ടം കഴിക്കാറുണ്ട്. ഇങ്ങനെ കഴിക്കാൻ പാടില്ലാത്ത പല വസ്തുക്കളും നായ്ക്കൾ കഴിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അറിയണ്ടേ നമുക്കതിനുള്ള കാരണങ്ങൾ. ഇത്തരത്തിൽ നായ്ക്കൾ മണ്ണ് തിന്നുന്നതിനെ ജിയോഫാജിയ എന്നും സ്വന്തം കാഷ്ടം ഭക്ഷിക്കുന്നതിനെ കോപ്രോഫാജിയ എന്നും പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിന് പല കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ആഹാരത്തിലുള്ള പോഷകങ്ങളുടെ ന്യൂനത അല്ലെങ്കിൽ കുറവ് മൂലം ഇത്തരത്തിലുള്ള മണ്ണ് തീറ്റി സാധാരണ നായ്ക്കളിൽ കണ്ടുവരാറുണ്ട്. ഇതൊരു സാധാരണ കാര്യം ആണ് എങ്കിൽ പോലും പലപ്പോഴും ഇത് പെറ്റ് ഓണേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പോഷകസമ്പുഷ്ടമായ ആഹാരം നായ്ക്കൾക്ക് കൊടുക്കുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ആഹാരത്തിൽ അടങ്ങിയിട്ടുള്ള ചില പോഷകങ്ങൾ അയൺ, സിങ്ക്, മാംഗനീസ് തുടങ്ങിയ ധാതുക്കൾ അല്ലെങ്കിൽ മിനറലുകളുടെ ഡെഫിഷ്യൻസി മൂലം ഇത്തരത്തിൽ നായ്ക്കൾ മണ്ണ് തിന്നുക പതിവാണ്. മറ്റൊരു കാരണമെന്ന് പറയുന്നത് ആന്തര പരാതബാധ, അതായത് കുടലിനുള്ളിലും വയറിനുള്ളിലും കാണപ്പെടുന്ന വിരബാധ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായി നമുക്ക് പറയാവുന്നതാണ്. ഇത്തരത്തിൽ വിരബാധ മൂലം പലപ്പോഴും നമ്മുടെ നായ വിളർച്ച അല്ലെങ്കിൽ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുകയും തന്മൂലം മണ്ണ് തിന്നുന്നതിനുള്ള ടെൻഡൻസി കാണിക്കുകയും ചെയ്യാറുണ്ട്. ഇനി ഇതുകൂടാതെ നമ്മുടെ നായയ്ക്ക് അമിതമായ മാനസിക സമ്മർദ്ദം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മണ്ണ് തിന്നാനുള്ള ഒരു പ്രവണത കാണിക്കാറുണ്ട്. ചില നായ്ക്കളാവട്ടെ നമ്മളുടെ അറ്റൻഷൻ സീക്കിംഗ് അല്ലെങ്കിൽ നമ്മളുടെ ശ്രദ്ധ പതിപ്പിക്കുന്നതിന് വേണ്ടി അവരിലേക്ക് നമ്മുടെ ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പലപ്പോഴും മണ്ണ് തിന്നുക പതിവാണ്. അതുപോലെ ചില നായ്ക്കൾക്ക് ഓവർ എനർജി ഉണ്ടായിരിക്കും, വളരെ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള നായ്ക്കളുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള നായ്ക്കളും പലപ്പോഴും മണ്ണ് തിന്നുക പതിവാണ്. ഇതൊക്കെ കൂടാതെ ധാരാളം ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും ഭക്ഷണം കഴിക്കുന്ന നായ്ക്കൾക്ക് മണ്ണ് തിന്നുന്ന ഒരു ശീലമുണ്ട്. പലപ്പോഴും അവർക്ക് ഇങ്ങനെ എപ്പോഴും ഭക്ഷണം കഴിക്കുന്ന ശീലമുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ ഇവർ മണ്ണ് തിന്നുക എന്നത് ഒരു ശീലമാക്കി മാറ്റിയെടുക്കാറുണ്ട്. നായക്കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മണ്ണ് തീറ്റി അതിന് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. കാരണം മണ്ണിൻ്റെ മണവും ഗന്ധവും മറ്റും നായക്കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് തന്നെ നായക്കുട്ടികളിൽ ഇത്തരത്തിലുള്ള മണ്ണ് തീറ്റി വളരെ സാധാരണമായ ഒരു കാര്യമാണ്. ഇനി കാരണങ്ങൾ ഇതൊക്കെയാണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി അതിനെ നമുക്ക് എങ്ങനെ നേരിടാം, അല്ലെങ്കിൽ നായ്ക്കളിലുള്ള ഇത്തരത്തിലുള്ള മണ്ണ് തീറ്റി നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളത് കൂടി അറിയേണ്ടതാണ്. ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞത് ആഹാരത്തിലുള്ള പോഷകങ്ങളുടെ കുറവാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പോഷകസമ്പുഷ്ടമായ അല്ലെങ്കിൽ പോഷകസന്തുലിതമായ ആഹാരം നമ്മുടെ നായകൾക്ക് നൽകുവാനായി ശ്രദ്ധിക്കേണ്ടതാണ്. ഒപ്പം ഞാൻ സൂചിപ്പിച്ചു, ചില ധാതുക്കൾ അയൺ, മാംഗനീസ്, സിങ്ക് തുടങ്ങിയ മിനറൽസിൻ്റെ ഷോർട്ടേജ് മൂലവും ഇത്തരത്തിൽ നായ്ക്കൾ മണ്ണ് തിന്നുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള ടോണിക്കുകൾ, ഈ മിനറൽസ് അടങ്ങിയ ടോണിക്കുകൾ നമ്മുടെ നായകൾക്ക് നിത്യവും നൽകേണ്ടത് അത്യാവശ്യമാണ്. ഉദാഹരണമായി അയൺ അടങ്ങിയ ഹീമോബസ്റ്റ് ടോണിക്കൊക്കെ ഇത്തരത്തിലുള്ള മണ്ണ് തിന്നുന്ന നായ്ക്കൾക്ക് ദിവസവും നൽകുന്നത് ഈ ഒരു മണ്ണ് തീറ്റി എന്നൊരു ദുശീലം ഒഴിവാക്കുന്നതിന് സഹായിക്കുന്നതാണ്. രണ്ടാമതായി പറഞ്ഞ കാരണം വിരബാധയാണ്. അതായത് അതിൻ്റെ കുടലിനുള്ളിൽ കാണപ്പെടുന്ന പലതരത്തിലുള്ള വിരകൾ മൂലം ഇത്തരത്തിലുള്ള മണ്ണ് തീറ്റി നായ്ക്കൾ പതിവാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നായ്ക്കൾക്ക് കൃത്യമായി വിരമരുന്ന് നൽകുന്നതിന് ഓരോ പെറ്റ് ഓണേഴ്സും പ്രത്യേകം ശ്രദ്ധിക്കണം. നായക്കുട്ടിക്ക് 2 ആഴ്ച പ്രായമാകുമ്പോൾ ആദ്യത്തെ ഡോസ് വിരമരുന്ന് നൽകണം.
വീണ്ടും 4 ആഴ്ച പ്രായമാകുമ്പോൾ രണ്ടാമത്തെ ഡോസും 6 ആഴ്ച പ്രായമാകുമ്പോൾ മൂന്നാമത്തെ ഡോസും 8 ആഴ്ച പ്രായമാകുമ്പോൾ 4ാമത്തെ ഡോസ് വിരമരുന്നും നൽകേണ്ടതാണ്. തുടർന്ന് 12ാമത്തെ ആഴ്ചയിൽ അടുത്ത ഡോസും നായ്ക്കുട്ടിക്ക് 16 ആഴ്ച പ്രായമാകുമ്പോൾ അതിനടുത്ത ഡോസും നൽകേണ്ടതാണ്. ഇത്തരത്തിൽ 6 മാസം കഴിയുന്ന ഒരു നായ്ക്ക് എല്ലാ മാസവും വിരമരുന്ന് നൽകേണ്ടതാണ്. 1 വയസ്സിന് മേൽ പ്രായമായ നായ്ക്കൾക്കാണ് എന്നുണ്ടെങ്കിൽ 3 മാസം കൂടുമ്പോൾ വിരമരുന്ന് നൽകേണ്ടതാണ്. എന്നാൽ പലപ്പോഴും പുറത്ത് തുറന്നുവിടുന്ന നായകളാണ് എന്നുണ്ടെങ്കിൽ മുതിർന്ന നായ്ക്കളെ സംബന്ധിച്ച് ഈ 3 മാസം എന്നുള്ളത് പലപ്പോഴും 1 മാസമായി ചുരുക്കി വിരമരുന്ന് നൽകേണ്ടതാണ്. ഇത്തരത്തിൽ കൃത്യമായ ഇടവേളകളിൽ വിരമരുന്ന് ഒരു വെറ്റിനറി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ വിരമരുന്ന് നൽകിയാൽ നമുക്ക് ഇത്തരത്തിലുള്ള വിരബാധ മൂലം നായ്ക്കൾ മണ്ണ് തിന്നുക എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ പറഞ്ഞത് ബോറടിയാണ്. അതായത് ബോറടിക്കുമ്പോൾ പലപ്പോഴും നായ്ക്കൾ മണ്ണ് തിന്നുക ഒരു ശീലമാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ബോറടി മാറ്റുന്നതിനാവശ്യമായ കളികൾ, അതുപോലെ ടോയ്സ്, ഇതൊക്കെ കളിപ്പാട്ടങ്ങൾ, ഇതെല്ലാം നമ്മുടെ നായയ്ക്ക് നാം കൊടുത്താൽ ഒരു പരിധിവരെ ഈ കാരണം കൊണ്ട് മണ്ണ് തിന്നുന്ന ദുശീലം നമുക്ക് ഒഴിവാക്കുവാനായി കഴിയും. പിന്നെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞത് അറ്റൻഷൻ സീക്കിംഗ് ആണ്. അതായത് നമ്മുടെ നായയോട് നാം വേണ്ടത്ര സ്നേഹവും പരിഗണനയും കാണിച്ചില്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് മാത്രമായി നമ്മുടെ നായ ഇത്തരത്തിലുള്ള ഒരു ദുശീലത്തിന് വിധേയമാവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നായയ്ക്ക് ആവശ്യമായ ശ്രദ്ധയും പരിചരണവും പരിഗണനയും സ്നേഹവും നാം നമ്മുടെ ഓമന മൃഗത്തിന് നൽകിയാൽ ഇത്തരത്തിലുള്ള മണ്ണ് തീറ്റി നമ്മുടെ നായയിൽ നിന്ന് നമുക്ക് ഒഴിവാക്കുവാൻ കഴിയുന്നതാണ്. തീർച്ചയായിട്ടും ശുചിയായ പരിസരവും ശരിയായ പോഷകങ്ങൾ നിറഞ്ഞ ആഹാരവും കരുതലും പരിചരണവും ഒപ്പമുണ്ടെങ്കിൽ നമ്മുടെ നായയെ ഇത്തരത്തിലുള്ള ദുശീലങ്ങളിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കുവാൻ കഴിയും. ഈ വിഷയത്തിലോ പെറ്റ്സിനെ സംബന്ധിച്ച് എന്തെങ്കിലും മറ്റ് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനുള്ള മറുപടി നൽകുന്നതാണ്. വീണ്ടും മറ്റൊരു വിഷയവുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതുവരെ ബൈ.